കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പേരുകൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിയായ ഷാറൂൺ നടന്നു കയറിയത് ടൈം വേൾഡ് റെക്കോർഡിലേക്ക് 28 സെക്കൻഡ് കൊണ്ട് ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേര് പറഞ്ഞാണ് ഷാറൂൺ എസ് ദീപ് ഈ അവാർഡിന് അർഹനായത്. George Washington, John Adams, Thomas Jefferson, James Madison, James Monroe, John Quincy Adams, Andrew Jackson, Martin Murray, William Henry Anderson, John Taylor, James Capo, Zachary Taylor, Millard Fillmore, Franklin Pierce, James Buchanan, Abraham Lincoln, Andrew Johnson, Ulysses S. Grant, Rutherford B. James A. Garfield, Chester A. Arthur, Grover Cleveland, Benjamin Harrison, Grover Cleveland, William McKinley, Theodore Roosevelt, William Howard Taft, Woodrow Wilson, Warren Harding, Calvin Coolidge, Herbert Franklin D. Roosevelt, Arias Truman, Dwight D. Eisenhower, John F. Kennedy, Lyndon B. Johnson, Richard Nixon, Gerald Ford, Jimmy Carter, Ronald Reagan, George H. W. Bush, Bill Clinton, George W. Bush, Barack Obama, Donald Trump, Joe Biden. 28 സെക്കൻഡ് കൊണ്ട് ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേര് പറഞ്ഞാണ് നിലവിലെ സ്വന്തം റെക്കോർഡ് തിരുത്തി ടൈം വേൾഡ് റെക്കോർഡിലേക്ക് ഷാരൂൺ എസ് ദീപ് കടന്നു വന്നത്. ടൈം വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും ബാഡ്ജും പ്രമുഖ മജീഷ്യൻ പ്രദീപ് ഹുഡ്നോവിൽ നിന്നും ഷാരൂൺ ഏറ്റുവാങ്ങി. 2020 നവംബറിൽ അമേരിക്കയിൽ 46 പ്രസിഡന്റുമാരുടെ പേരുകൾ 57 സെക്കൻഡ് കൊണ്ട് പറഞ്ഞപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി. 2020 ഡിസംബറിൽ സമാന കാറ്റഗറിയിൽ 42 സെക്കൻഡ് കൊണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി. 2021 ഒക്ടോബറിൽ 30 സെക്കൻഡ് കൊണ്ട് ഓർമ്മശക്തിയിൽ വീണ്ടും നിലവിലെ റെക്കോർഡ് മറികടന്ന് അറേബ്യൻ വേൾഡ് റെക്കോർഡും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ വർഷം ജനുവരി 1 വീണ്ടും സമയം കുറച്ച് ടൈം വേൾഡ് റെക്കോർഡിലേക്ക് ഇടം നേടിയത്. 2020 നടന്ന US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടാണ് ആ സമയത്താണ് എനിക്ക് കൗതുകം തോന്നിയത്. കാരണം അമേരിക്ക പ്രധാനമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, സൈനിക ശക്തിയുമൊക്കെയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇന്ത്യൻ ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും താല്പര്യമുള്ള ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ ഇതിലെത്തിച്ചെന്ന് പെട്ടത്. റിട്ടയേർഡ് സീനിയർ ബാങ്ക് മാനേജറായ അച്ഛൻ സനിൽ ദീപ് ഹാം റേഡിയോയുടെ ലൈസൻസി ഓപ്പറേറ്ററാണ്. ഇതിനകം ലോകത്തിലെ 200ഓളം രാജ്യങ്ങളിലെ ഹാമുകളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ 45 സ്റ്റേറ്റ് ഹാമുകളുമായി സംസാരിക്കാനുള്ള അവസരം വന്നപ്പോൾ മകനോട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരുകൾ ഓർത്തു പറയാൻ നിർദ്ദേശിച്ചത്. മലപ്പുറം MCT കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 1ാം വർഷ LLB വിദ്യാർത്ഥിയാണ്. ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയാണ്. കർണാട്ടിക് സംഗീതവും വശമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.